ലോകം മുഴുവൻ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ അമരുമ്പോൾ അതിനെയും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കിയിരിക്കുകയാണ് ഒരു വിദ്യാലയം. കൂത്തുപറമ്പ് നരവൂർ സൗത്ത് LP സ്കൂളാണ് ആ വിദ്യാലയം. വിവിധ ജാമിതീയ രൂപങ്ങൾ വരച്ച് അത് മുറിച്ച് ഒട്ടിച്ച് ഫുട്ബോളുകൾ നിർമ്മിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. പഞ്ചഭുജം, ഷഡ്ഭുജം തുടങ്ങിയവ വരച്ച് മുറിച്ചെടുത്ത് ഒട്ടിച്ചു ചേർത്താണ് കുട്ടികൾ മനോഹരമായ ഫുട്ബോളുകൾ നിർമ്മിച്ചത്. 100ഓളം ഫുട്ബോളുകളാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവരുടെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തെ പഠനമാക്കി മാറ്റൽ. സ്കൂളിലെ പാചകപ്പുരയുടെ ചുമര് മുഴുവൻ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകൾ ഭൂഖണ്ഡങ്ങളുടെ ക്രമത്തിൽ പഠിക്കാനായാണ് ഇവർ ചിത്രനിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ഭൂഖണ്ഡങ്ങളും അതിലെ രാജ്യങ്ങളും പഠിക്കുന്നതിന് പുറമെ പതാകയുടെ അളവെടുക്കൽ, വലുപ്പം നിർണ്ണയിക്കൽ, രൂപകൽപ്പന, നിറം നൽകൽ തുടങ്ങിയ നൈപുണ്യ വികസനത്തിന്റെ വലിയ ലോകമാണ് ഈ ലോകകപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി നരവൂർ സൗത്ത് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് തുറന്നിടുന്നത്. ഫുട്ബോളിന്റെ ഓരോ മത്സരം കഴിയുമ്പോഴും നാടും നഗരവുമെല്ലാം തന്നെ അതിൻ്റെ ഉത്സവ ലഹരിയിലാണ്. നമ്മുടെ സ്കൂളുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല. എന്നാൽ ഇതിനെ കേവലം ആഘോഷം എന്നതിനപ്പുറം കുട്ടികൾക്ക് അക്കാദമിക്കായി എന്ത് ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ സ്കൂൾ ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് സ്വന്തമായി ഇതിൽ പഠന പ്രവർത്തനം എന്ന രീതിയിൽ ഈ ആഘോഷത്തെ മാറ്റുകയും കുട്ടികൾ സ്വയമായി ഷഡ്ഭുജം, പഞ്ചഭുജം എന്നിവ വരച്ചുകൊണ്ട് അത് വെട്ടിയെടുത്ത് ഫുട്ബോൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാചകപ്പുര അപ്പാടി ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകൾ കൊണ്ട് കുട്ടികൾ വർണ്ണപൂർണ്ണമാക്കുകയും അത് ഓരോ രാജ്യവും ഭൂഖണ്ഡമനുസരിച്ച് രാജ്യങ്ങളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന അധ്യാപകൻ PV ദിജേഷ്, അധ്യാപകരായ K ദിബിൻ, C റജിൻ, V രഗില, AK യജുഷ, KV രഗിന, AK സ്വാതി, K രജിഷ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.